ഇതാണ് ട്ടോ അവിടുത്തെ പോത്തും കുട്ടി. അമ്മേ നമ്മുടെ വീട്ടിലത്തെ പശുവാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പൊ ഞാനിപ്പോ ഉള്ളത് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീട്ടിന്റെ മുന്നിലാണ് കേട്ടോ. അവിടുന്ന് നേരെ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ എന്റെ ബാക്കിലുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കുന്ന്, മല, തോട്, അതേപോലെ പാടങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതിന്റെ മേലെ കണ്ടോ ഭയങ്കര രസമുള്ള മലമുകളാണ് കേട്ടോ. അതിന്റെ മേലെ നല്ല രസമാണ് കേട്ടോ. ഈ തോടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ തോടിൽ ഒരു കെട്ടിയൊരു ഡാം ഉണ്ട്. ഇത് കണ്ടോ, അത് 1998 കാലഘട്ടത്തിൽ കെട്ടിയതാണ്. എനിക്ക് പറഞ്ഞു തന്നൊരു അറിവുണ്ട് കേട്ടോ. അപ്പൊ കെട്ടിയൊരു ഡാമാണ് കേട്ടോ. നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് ഇതുവരെയൊക്കെ ഏകദേശം വെള്ളം കയറും. നമ്മുടെ ഇവിടേക്ക് ഇങ്ങോട്ട് കയറില്ല, ഇതുവരെയൊക്കെ ഈ പാറ കാണുന്നുണ്ടോ അവിടെയൊക്കെ എന്തായാലും വെള്ളം കയറും കേട്ടോ. അപ്പൊ നമ്മുടെ വീടും നമ്മുടെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പൊ എന്റെ ബാക്കിലുള്ള ഈ തോടിന്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മുടെ ഈ വീട് വരുന്നത്. ഇതാണ് കേട്ടോ വീട്. വീട്ടിന്റെ മുന്നിൽ തുണികളൊക്കെ കണക്കാട്ടുണ്ട്. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാലോ, തുണികളൊക്കെ ഉണങ്ങാൻ നല്ലതാണ്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഉൾവശത്തെ കാഴ്ചകൾ കാണുന്നതിന് മുന്നേ പുറത്ത് കുറച്ച് കാഴ്ചകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വരും. ഇത് നമ്മുടെ വീട്ടിലത്തെ പശുവാണ് കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ പശുവാണ് കേട്ടോ. ഇപ്പൊ പ്രസവിക്കാനായി നിക്കാണ്. ഇവിടെ തന്നെ നിൽക്കണ പാവാണ് കേട്ടോ. ഏകദേശം ഒരു 8 കൊല്ലത്തോളായിട്ടോ ഇവള് നമ്മുടെ വീട്ടിൽ വന്നിട്ട്. ഇനി ഒരാഴ്ച കൂടി ഉള്ളു കേട്ടോ പ്രസവിക്കാൻ. ഇതാണ് കേട്ടോ ഇവിടുത്തെ പോത്തും കുട്ടി. അമ്മേ, മുന്നിൽ തന്നെ നമ്മൾ വഴുതിരിങ്ങയൊക്കെ വാപ്പ അറുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ചെറുതായിട്ടൊക്കെ കൃഷി നടത്തുന്നുണ്ട് വാപ്പ. അപ്പൊ അത് വഴുതിരിങ്ങ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ജൈവവളം മാത്രം ഉപയോഗിച്ച്, ഒരു രാസവളങ്ങൾ, ഒരു കെമിക്കലും ഇല്ലാതെ ഉണ്ടാക്കിയ നല്ല വഴുതിരിങ്ങയാണ് കേട്ടോ. നല്ല നാടൻ വഴുതിരിങ്ങയാണ് കേട്ടോ. കണ്ടോ, ഒരു കേടും ഇല്ല. ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടി കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാ ഈ കാണുന്നൊക്കെ നമ്മുടെ കോഴികളാണ് കേട്ടോ. അപ്പയും ഇമ്മയും പാടത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അവര് അരി കൊടുക്കാൻ വേണ്ടി ഉമ്മർത്ത് വന്ന് കാത്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ തന്നെ ഇതാണ് കേട്ടോ കോഴിക്കോട് 3 തട്ടുള്ളത്. പെരന്റെ കഴുക്കോലും ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ കൂടാണ് കേട്ടോ. ഇതാണ് കേട്ടോ തൊഴുത്ത്. വാപ്പതപ്പ വന്നുള്ളു പാടത്തുനിന്ന്. പശുവിനെയൊക്കെ കൊണ്ടുപോയി കെട്ടി ഇരിക്കുകയാണ്. അവരിപ്പോ പ്രസവിക്കാറായല്ലോ പശു. അപ്പൊ കുറച്ച് മഴയൊക്കെ ഒന്ന് കുറവുള്ളതുകൊണ്ട് ഇന്ന് കൊണ്ടുപോയതാണ്. ഇപ്പൊ പശുവിനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറെ പശുവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വാപ്പാക്ക് നോക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ട് ഒരു പശു ഒരു പോത്തും മാത്രമേ ഉള്ളൂ. ഇനി ഒരു കുഞ്ഞു വാവയും കൂടി വരും കേട്ടോ. കുഞ്ഞല്ല, കുറച്ച് വലുത്. വരുമ്പോ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്കിത്. പിന്നെ നമുക്കിതാ നല്ല കുഞ്ഞാറ്റയൊക്കെ ചെറുപ്പത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പേരക്ക. അവൾക്ക് പണ്ടൊക്കെ പേരക്ക ഇങ്ങനെ പറിച്ചു കൊടുക്കും. നമുക്ക് നല്ല പേരക്കയൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞതാണ്. വലുതൊക്കെ അണ്ണാനും കാക്കയൊക്കെ കൊത്തിക്കൊണ്ടുപോകും. കുഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കക്കൂസും ഇത് ബാത്റൂമും നമുക്ക് പുറത്താണ് കേട്ടോ. നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു അടുപ്പുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളിൽ വെക്കും. ഇത് നമുക്ക് നെല്ല് പുഴുങ്ങാനും പശുവിനുള്ള കഞ്ഞിയൊക്കെ വെക്കാനുള്ള അടുപ്പാണ് കേട്ടോ. ഇത് ഇങ്ങനെ പുറത്തുനിന്ന് വെക്കുമ്പോ വേഗം ആയി കിട്ടും. ഇവിടെ മുന്നേ ആടും കൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അതൊന്നും ഇല്ല. അപ്പൊ അതിനൊക്കെ വിറ്റത് കൊണ്ട് ഇപ്പൊ അതൊക്കെ പൊളിച്ച് മാറ്റി കേട്ടോ. പിന്നെ ഇതാ നല്ലൊരു കിണറുണ്ട് കേട്ടോ. ഇപ്പോഴും നല്ല വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. പശുവിന് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പശു പ്രസവിക്കാനായി. അപ്പൊ എല്ലാരും നമ്മുടെ പശു നന്നായി പ്രസവിക്കാൻ വേണ്ടി ദുആ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. വേറെ ഷോർട്ടിലോ വീഡിയോയിലോ എന്തെങ്കിലും കാണിച്ചു തരാം. ഇത് ഈ 2 പൂച്ചകൾ നമ്മുടെ വീട്ടിലത്തെ അതിഥികളാണ് കേട്ടോ. ഇതാണ് ആദ്യം വന്നത്. പിന്നെ അതിന്റെ കുട്ടിയാണ് കേട്ടോ ഇത്. പിന്നെ കവറിന്റെ ശബ്ദം കേട്ടോ ഓടി വരും കേട്ടോ. എന്തോ അവർക്ക് തിന്നാൻ എടുക്കുന്നുണ്ട് പറഞ്ഞിട്ട്
ഓടി വരികയാണ് കേട്ടോ. ഇത് എന്റെ ബാക്കിൽ വിറകുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നെല്ല് പുഴുങ്ങാനും പിന്നെ പൈന് കഞ്ഞി വെക്കാനൊക്കെ വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ മഴക്കാലം വരുന്ന മുന്നേ ശേഖരിച്ച് വെക്കും കേട്ടോ, വിറകും കാര്യങ്ങളൊക്കെ. ഇവിടെയും നമ്മള് അതുപോലെ കുറച്ച് വിറക്, ബാക്കിയുള്ള വിറകുകൾ ഇതാ ഇവിടെയും എടുത്തു വെച്ചിട്ട് ടാർപ്പായും കൂടെ ഒക്കെ മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴികൾക്ക് അരി കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ കോഴികളെ വിളിക്കാൻ ട്രിക്ക് ഉണ്ട്. ബബ്ബ ബബ്ബ ബാ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുമ്പോ അവരിങ്ങനെ ഓടി വരും കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. ബ ബ ബ ബ ബ ബ ബ ബ ബ. കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഴി, പയ്യ്, ആട് എന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുക്കാൻ. അവൾ എപ്പോ വന്നാലും ഇതേപോലെ അരി മേടിച്ച് ഉമ്മാന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഇട്ട് കൊടുക്കട്ടാ. ഇനി മതി, ഇനി അത് തിന്ന് വേസ്റ്റ് ആക്കാൻ പാടില്ല. ആ കോഴിക്ക് മതി. ഇനി നമ്മള് അടുത്തത് നമ്മുടെ വാപ്പാന്റെ കൃഷിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ വഴുതിരിങ്ങ പറിച്ചത്, വഴുതിരിങ്ങ പിന്നെ വാഴ വെച്ചതും എല്ലാം നിങ്ങക്ക് കാണിച്ചു തരാം കേട്ടോ. വരും. അപ്പൊ ഇതാണ് പാടത്തേക്കുള്ള വഴി കേട്ടോ. ആ തോടിന് ഇങ്ങനെ ഒഴുകി വരുന്ന നന്നായി കാണാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ വഴുതിരിങ്ങ തോട്ടം. നല്ല ഭംഗിയില്ല ഇങ്ങനെ കാണാൻ. നമ്മുടെ വഴുതിരിങ്ങയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ആയതൊക്കെ വാപ്പതാ കണ്ടല്ലോ, വാപ്പ അറുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ കുഞ്ഞു കുഞ്ഞു കായാണ്, അപ്പൊ അതൊക്കെ ആവണുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണുമ്പോ. നല്ല മനസ്സിൽ നമ്മുടെ വാപ്പാന്റെ വിയർപ്പാണ് കേട്ടോ ഇത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാലോ. കൃഷി എന്ന് പറഞ്ഞാൽ അത്രത്തോളം രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അത്. ഒരു കെമിക്കലും ഇല്ലാതെ വെറും ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ഇതൊന്നും കുറെ നഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം കുറെ കേടൊക്കെ വന്ന് പോകും. എന്നാലും നമ്മൾ ഒരു കെമിക്കലും ഉപയോഗിക്കില്ല കേട്ടോ. വെറും ജൈവവളം മാത്രമുള്ള കഷ്ടപ്പാടിന്റെ ഫലമാണ് കേട്ടോ ഈ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ തോട്ടം. പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം വരുന്നത് നമ്മൾ പൂളക്കിഴങ്ങ് കൃഷിയാണ് കേട്ടോ. ഞങ്ങളുടെ നാട് പാലക്കാടാണ്. അപ്പൊ ഞങ്ങൾ പൂളക്കിഴങ്ങ് എന്നാ പറയാ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്താണ് അതിന് പറയാന്നുള്ളത് കമന്റ് ചെയ്യാം. നിങ്ങളുടെ നാട് എവിടെയാണെന്നുള്ളതും കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത് പൂളക്കിഴങ്ങ് കൃഷിയാണ്. അപ്പൊ ഇത് മധുരക്കിഴങ്ങാണ് കേട്ടോ, ചക്കരക്കിഴങ്ങെന്നും പറയും. അപ്പൊ നമ്മൾ അത് കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പന്നിന്റെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. അങ്ങനെ എല്ലാം നശിച്ചു. ബാക്കി കുറച്ചുള്ളതാണ് കേട്ടോ. അത് ഭയങ്കര പന്നിന്റെ ശല്യം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ പന്നിന്റെ ശല്യം ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം. പൂളക്കറി ആയിട്ടില്ല കേട്ടോ, ആയി വരുന്നുള്ളൂ. പക്ഷെ ഈ പന്നിന്റെ ശല്യം ഉള്ളതുകൊണ്ട് വാപ്പ പാവം രാവും പകലും രാത്രി അടക്കം ഈ ഇരുട്ടത്ത് ഇവിടെ വന്ന് സംരക്ഷിക്കട്ടോ. കാരണം പന്നികളെ ഓടിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ കാണുന്ന പോലെ കാണുന്ന കാഴ്ചയൊന്നും ഇല്ല. ഇതിന് ഭയങ്കര അത്രത്തോളം ഓരോരുത്തരുടെ വിയർപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളോട് ഇതില് ജൈവവളം മാത്രമേ ഇടുള്ളൂ എന്ന് പറയില്ലേ, അതിന്റെ ഒരു തെളിവാണ് കേട്ടോ. അതാ വാപ്പതാ അത് മാത്രം ഇട്ടിട്ടുള്ളൂ. ഇതാ വഴുതിരിങ്ങിന്റെ അടിയില് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ആ കാണുന്നുണ്ടോ? ഇത് ഈ ജൈവവളം മാത്രം അതിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പശുവിന്റെ ചാണകമാണ് നമ്മൾ ജൈവവളമായി ഇടുന്നത് കേട്ടോ. അപ്പൊ ഈ വഴുതിരിങ്ങിന്റെ അപ്പുറത്ത് വെണ്ടക്ക കൃഷി ഉണ്ട് കേട്ടോ. അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ വെണ്ടക്ക തോട്ടം കേട്ടോ. വെണ്ടക്ക ഇതിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കുഞ്ഞു വെണ്ടക്ക ഇതുണ്ടോ. ഒരു കെമിക്കലും ഇല്ലാതെ ജൈവവളം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയ കേട്ടോ. ധൈര്യമായിട്ട് നമുക്ക് തിന്നാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പത്തെ കാലഘട്ടത്തില് ഇത് കെമിക്കൽ ഒന്നും ഇല്ലാതെ ഒരു പച്ചക്കറി കിട്ടുക പറയുന്നത് മഹാഭാഗ്യാണ് കേട്ടോ. പക്ഷെ കഷ്ടപ്പെടണം എന്ന് മാത്രം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പച്ചക്ക് കഴിക്കാൻ. അപ്പൊ നമ്മുടെ ഈ വെണ്ടക്ക ഇതാണ്. പിന്നെ ബാക്കിലേക്ക് ഇതാ വഴുതിരിങ്ങ പിന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റും നിങ്ങക്ക്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പുറത്തും അപ്പുറത്തും വഴുതിരിങ്ങയാണ്. ഇവിടെ വെണ്ടക്ക, അപ്പുറത്ത് പൂള തെയ്യ്, പിന്നെ നമ്മൾ മധുരക്കിഴങ്ങും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പന്നി തിന്ന് പോയി. നല്ല മനോഹരമായിട്ടുള്ള സമയം. പ്രത്യേകിച്ച് ഈ മഴയുള്ള ക്ലൈമറ്റിൽ നല്ല രസം കേട്ടോ. മനസ്സിന് ഭയങ്കര സന്തോഷമാവുന്ന കാഴ്ചകളാണ് കേട്ടോ ചുറ്റുള്ളത്. നല്ല പ്രകൃതി രമണീയെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. എത്രത്തോളം പ്രകൃതി ഉള്ള ഒരു നാടാണ് ഈ നാട് എന്ന് കേട്ടോ. നമ്മൾ ഈ ടൗണിലൊക്കെ ജീവിച്ചവർക്ക് ഇങ്ങനെ വന്ന് കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ് കേട്ടോ. നിങ്ങൾക്കും ഈ വീഡിയോ
നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം കണ്ണിന് സന്തോഷം, മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാ സങ്കടം മാഞ്ഞു പോകും കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ഇതാണ് നമ്മുടെ വാഴത്തോട്ടം. നല്ല രസമുണ്ട് കേട്ടോ ഈ വാഴയൊക്കെ ഉള്ളതിന്റെ നടുവിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമുണ്ട്. ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും നമ്മുടെ വാഴത്തോട്ടം. നമ്മുടെ ഈ വാഴ വെച്ചിട്ട് ഏകദേശം 1 മാസം ആവാറായിട്ടുള്ളൂ കേട്ടോ. നമുക്ക് 10 മാസമെങ്കിലും വേണം ഇതൊക്കെ ഒന്ന് ഇതാവാൻ. ഒരു വാഴ കൊലയായി മാറുമ്പോൾ എത്രത്തോളം കഷ്ടമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മളൊരു പഴം തിന്നുമ്പോൾ നമ്മളത് ആലോചിക്കണം കേട്ടോ, എത്ര ആൾക്കാരുടെ വിയർപ്പാണ് അത് എന്നുള്ളത്. ഇത് എന്താണ് നമ്മൾ ഒരു കെമിക്കലും ഇടാതെ ജൈവവളം മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. കൃഷി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമേ ഇല്ല കേട്ടോ. അത്രത്തോളം കഷ്ടമുള്ള ഒരു പണിയാണ്. പക്ഷെ മണ്ണിൽ പണിയെടുത്തവർക്ക് അത് ചെയ്യും. കാരണം ഇതിൽ കുറച്ച് വെള്ളം കൂടിയ കുഴപ്പമാണ്, വെള്ളം കുറഞ്ഞാലും കുഴപ്പമാണ്. അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിതൊക്കെ എങ്ങനെ കിട്ടുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല. പക്ഷെ മണ്ണിൽ പണിയെടുത്തവർക്ക് അത് തന്നെയാണ് ജീവിതം. അപ്പൊ അത് തന്നെയാണ് അവരുടെ ചോറ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി അവരിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ ഈ വാഴപ്പഴമൊക്കെ തിന്ന് നമ്മൾ ആലോചിക്കുക എത്ര പേരിന്റെ വിയർപ്പാണ്, എത്ര കഷ്ടപ്പാടാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കുക കേട്ടോ. ഇനി ഉള്ളിലത്തെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം കേട്ടോ. നമുക്ക് ലൈറ്റിന്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നാമത്തത് മഴയല്ലേ. അപ്പൊ കയറി വരുമ്പോ തന്നെ ഒന്നുമില്ല കേട്ടോ. ഒരു നല്ലൊരു ഹാൾ ഉണ്ട്. അതിന്റെ ഈ സൈഡ് TV വെച്ചിട്ടുണ്ട്. ഇതവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. വാപ്പ ഒന്നില്ലെങ്കിൽ റൂമിൽ കിടക്കും, അല്ലെങ്കിൽ ഇവിടെ കിടക്കും കേട്ടോ. അതിനുശേഷം 2 സൈഡിലും ഓരോ റൂമുകളുണ്ട്. അപ്പൊ അത് ഇവിടെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതാ കട്ടിലാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ കിടക്കണത്. ഇമ്മ ഇവിടെയാണ് കേട്ടോ കിടക്കണത്. ഈ തുണി കാണാത്ത. അപ്പൊ ഈ ഹാളിൽ നിന്ന് നേരെ കയറി പോണത് റൂമിക്കാണ് കേട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന താമസിച്ച റൂമാണ്. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം. ഇക്ക കുറെ കലാവിരുതൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വരച്ചാണ് കേട്ടോ. കുഞ്ഞാറ്റിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ വരച്ചാണ്. ഇത് കുഞ്ഞ് സ്റ്റോർ റൂമാണ് കേട്ടോ. നമ്മള് നെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള വേറെ ആവശ്യങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു കുഞ്ഞ് സ്റ്റോർ റൂം. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ നെല്ല് ഉണങ്ങാടുന്ന റൂം. നമ്മള് തുണിയൊന്നും ഉണങ്ങാത്തതുകൊണ്ട് തുണിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നെല്ലൊക്കെ കൊണ്ടുപോയല്ലോ, നെല്ലൊന്നും അങ്ങനെ ഇല്ല. നമുക്ക് ഇവിടെ വെക്കാനുള്ള നെല്ല് മാത്രമാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഈ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് വിത്താണ് കേട്ടോ. നമുക്ക് അടുത്ത പ്രാവശ്യം കൃഷി ചെയ്യാനുള്ള നെല്ലിന്റെ വിത്താണ് കേട്ടോ. അത് നെല്ല് അപ്പുറത്തുണ്ട്, നമ്മൾ വിത്ത് എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ആദ്യം ഇവിടെ ആയിരുന്നു കേട്ടോ കിച്ചൺ. പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് അപ്പുറത്തേക്ക് ആക്കി. ഞാൻ വരുമ്പോ അത് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പശുവിന്റെ തവിടാണ് കേട്ടോ കൊടുക്കാനുള്ളത്. പിന്നെ ഇത് ഉറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പത്തെ വീട്ടിലൊന്നും അപൂർവമായി മാത്രം കാണുന്ന സംഭവങ്ങളാണ് കേട്ടോ. ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ അടുക്കളയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുക്കള കേട്ടോ. അമ്മ നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇതാണ് കേട്ടോ നമ്മുടെ ഉള്ളിലത്തെ അടുപ്പ്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കത്തിക്കുക. അപ്പോ ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ബാക്ക് സൈഡ് കേട്ടോ. അപ്പോ ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് തന്നെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പം എൻ്റെ ഇക്കാടെ നാടും പ്രകൃതി എല്ലാം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.